റിപ്പോർട്ടർ ഇംപാക്ട്. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി അജീഷിന്റെ JCB പിടിച്ചെടുത്തതിൽ ഇടപെടുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വിഷയം പഠിച്ച ശേഷം ഉടൻ പരിഹരിക്കുമെന്നും ഉച്ചയോടെ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. 500 രൂപ അടയ്ക്കേണ്ട കേസിന് 40 ലക്ഷം രൂപയോളം വില വരുന്ന വാഹനം കഴിഞ്ഞ 5 വർഷമായി വനം വകുപ്പ് കസ്റ്റഡിയിൽ വെച്ച വാർത്ത റിപ്പോർട്ടർ നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ. മൂന്നാർ DFOയോട് വനം മന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ തേടി. ഉണ്ടായ സംഭവങ്ങൾ അറിയിച്ചുവെന്ന് മൂന്നാർ DFO. രാഹുൽ സുരേഷിന്റെ കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, വാർത്ത വന്നു, അജീഷിന്റെ പരാതി കേരളം കേൾക്കുന്നു, വനംവകുപ്പ് മന്ത്രി അതിൽ ഇടപെടുന്നു, ഇപ്പോൾ DFOയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണോ മനസ്സിലാക്കുന്നത് രാഹുൽ? ഡോക്ടർ അരുൺ, 5 വർഷമായി ലഭിക്കാതിരുന്ന നീതി എന്തായാലും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അജീഷ് ഉള്ളത്. താനും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് വനം മന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ഉച്ചയോടുകൂടി ഈ വിഷയത്തിലൊരു പ്രതികരണം ഉണ്ടാകും, മന്ത്രി പ്രതികരിക്കാം എന്ന് തന്നെയാണ് ഡോക്ടർ അരുണിനോട് നേരിട്ട് പറയുകയും ചെയ്തത്. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് മൂന്നാർ DFOയുമായി സംസാരിച്ചിരുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വനം മന്ത്രിയുടെ ഓഫീസ് മൂന്നാർ DFOനെ വിളിച്ചു. എന്താണ് സംഭവിച്ചത്, ഇതുവരെ സംഭവിച്ച കേസിന്റെ വിവരങ്ങൾ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് അല്ലാതെ തന്നെ നേരിട്ട് തന്നെ മൂന്നാർ DFO വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ടെന്നാണ് മൂന്നാർ DFO അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി ഈ വിഷയത്തിൽ മന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അജീഷേട്ടാ, മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. ഉച്ചയോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് പറയാമെന്നാണ് വനം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി ഇന്ന് വൈകിട്ടത്തോടുകൂടി ചേട്ടന്റെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഞാനും കാത്തിരിക്കുന്നു. ഈ അങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്ക് എൻ്റെ പെണ്ണിനും പിള്ളേരെയും ആ വണ്ടി പണി നേട്ടെനിക്ക്. പക്ഷേ 5 വർഷക്കാലം കിടക്കുക. വണ്ടി ഇറങ്ങുമ്പോൾ കുറച്ച് പൈസ ചിലവും, എന്നാലും കുഴപ്പമില്ല. പൈസ ചിലവും എനിക്കറിയാം. വണ്ടി ഒരു ജസ്റ്റ് ഓപ്പറേറ്ററാണ്, അറിയാലോ. പറഞ്ഞാലും എൻ്റെ ബുദ്ധിമുട്ടും കാര്യം എനിക്കറിയാം. പക്ഷെ അതിൻ്റെയൊക്കെ കാര്യം ചെയ്തിട്ട് അന്നാശനെ വണ്ടി ഇട്ടിട്ട് എനിക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ കാലഘട്ടത്തിലും ചെയ്ത് തരൂന്ന് ഞാൻ പ്രതീക്ഷയുടെ അപ്പുറം. ആ പ്രതീക്ഷയിൽ തന്നെയാണ് അരുൺ, അജീഷ് ഉള്ളത്. എന്തായാലും നമുക്ക് വൈകിട്ട് വരെ കാത്തിരിക്കാം. അല്ലെങ്കിൽ ഇന്നലെ സമരം ചെയ്തപ്പോൾ പറഞ്ഞത് ചൊവ്വാഴ്ച ഒരു ചർച്ചയുണ്ടെന്നാണ്. എന്തായാലും ആ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ അജീഷിന്റെ ആ കാർഡ് പിടിച്ച് കിടക്കുന്ന അജീഷിന്റെ സ്വപ്നം അജീഷിന്റെ കൈകളിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് വനംവകുപ്പ് മന്ത്രിയിൽ പ്രതീക്ഷയുണ്ട്. ഷിബു ബേബി ജോൺ ആ കാര്യത്തിൽ ഇടപെടും എന്നുള്ളതാണ്. കാരണം ചിലത് ഈ നിയമത്തിന്റെയൊക്കെ ഈ ചില നൂരാക്കുഴികൾ കിടക്കുമല്ലോ. സാർ, ഇയാളൊരു കൊള്ളക്കാരനോ വീരപ്പനോ ഒന്നും അല്ലെന്ന്, ഇതൊരു സാധാരണക്കാരായ മനുഷ്യനാണെന്ന്. ആ മനുഷ്യന്റെ JCBയുടെ ഒരു ഇത്തിരി ഭാഗം ഒരു മരത്തിന്റെ ഏതോ ഒരു കൊമ്പിൽ ഒരു പാഴ്ത്തടിയിൽ വീണതാണ്. സർക്കാരിലേക്ക് കിട്ടേണ്ട 700 രൂപയുടെ വിറക് മരത്തടിയിൽ ഈ JCB വന്ന് പിഴുതു എന്നതാണ് ഈ മനുഷ്യനെതിരെയുള്ള കുറ്റം. ആ മനുഷ്യൻ വേറൊരു സ്ഥലത്ത് പണിയാൻ പോയതാണ് സാർ. ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനല്ലേ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിനോട് നീതി കാണിക്കുക എന്നുള്ളത് ഒരു സാമൂഹിക സംവിധാനത്തിന്റെ ഒരു കടമയല്ലേ. ആ കടമ നിറവേറ്റും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അജീഷിന്റെ കാര്യത്തിൽ ഒരു നിലപാട്, അനുകൂലമായൊരു നിലപാട് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. വനംവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നത് സന്തോഷം. എന്തായാലും ഉച്ചയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.